യേശുവിൻ്റെ കൈകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് നിങ്ങൾ കാണുന്ന ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവിക ആലോചന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും അധികാരവും നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആവർത്തനം 33:27. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവം നിന്റെ സങ്കേതമാണ്. പുരാതനനായ ദൈവം നിന്റെ സങ്കേതമാണ്. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ഏതായി ശാശ്വത ഭുജങ്ങൾ? ആ ക്രൂശിലേക്ക് നോക്കിയാൽ മതി അത് കാണണമെങ്കിൽ. ഇരു കൈകളിൽ ആണികളേറ്റ് നിങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന കൈകൾ ആരുടേതോ, നിങ്ങൾക്ക് വേണ്ടി രക്തമൊഴുകിയാലും നിങ്ങളെ കൈവിടാത്ത കൈകൾ ആരുടേതോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ധ്യാനത്തിലായിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, എൻ്റെ കൈകളിൽ ആണികളേറ്റപ്പോഴും എൻ്റെ ഒപ്പം നിന്ന് അപേക്ഷിച്ചവനെ എൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദൈവമേ, അങ്ങയുടെ കൈകളിൽ ആണിയല്ലായിരുന്നു ക്രൂശിൽ, പിന്നെ എങ്ങനെയാണ് അങ്ങ് മുറുകെ പിടിച്ചത്? പെട്ടെന്ന് ആ സുവിശേഷ ഭാഗങ്ങളിലെ യേശുവിനൊപ്പം മരിക്കുന്ന കള്ളൻ്റെ പ്രാർത്ഥന, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ആ മരണത്തിൻ്റെ വക്കിൽ യേശു അവൻ്റെ ജീവിതത്തിന് കൈനീട്ടി കൊടുത്തിട്ട് അവനെ പിടിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത് ആദാമിൻ്റെ മുമ്പിൽ അടഞ്ഞ പറുദീസയുടെ അകത്തേക്കാണ്. ജീസസ് യുഗങ്ങൾക്ക് പുറകിൽ എവിടേക്കോ അടഞ്ഞു കിടക്കുന്നതിലേക്ക് കർത്താവ് ഇന്ന് നമ്മളെ കൈ പിടിച്ച് കയറ്റുകയാണ് കേട്ടോ. നമുക്ക് വേണ്ടി വേദനപ്പെടാൻ തയ്യാറായ കൈകൾ, ഉപ്പുവെള്ളത്തിലൂടെ നടക്കുന്ന ദ്രവിച്ച നഖങ്ങളുള്ള മനുഷ്യൻ്റെ കാല് കഴുകാൻ സന്നദ്ധമായ കൈകൾ, ഓ ജീസസ്, കുഷ്ഠരോഗങ്ങളെ തൊടാൻ സന്നദ്ധമായ കൈകൾ, മരിച്ചതിനെ, ശവമഞ്ചത്തെ, ആ കാലഘട്ടത്തിൻ്റെ കൾച്ചർ പ്രകാരം ശവത്തെ തൊട്ടാൽ അശുദ്ധന, എന്നാൽ ഹീനമെന്ന് കരുതുന്നതിനെ തൊടാൻ മനസ്സ് വെച്ച ആ കൈകൾ എത്ര കെട്ട ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെയും ഇന്ന് രാവിലെ ചേർത്ത് പിടിക്കുകയാണ്. ഭയപ്പെടേണ്ട, പതറിപ്പോകണ്ട, നിങ്ങൾ കർത്താവിൻ്റെ കരവലയത്തിനകത്ത് സുരക്ഷിതരാണ്. ജീസസ്, എൻ്റെ അരികിൽ മരണവേളയിലും ഒരുവൻ അപേക്ഷിച്ചപ്പോൾ ഞാൻ അവന് വേണ്ടി എൻ്റെ കൈകൾ നീട്ടിക്കൊടുത്തു. ക്രൂശിലെ കൈകൾ ഇങ്ങനെ വിടർന്നിരിക്കുകയാണ്. ആർക്കും ഓടിച്ചെല്ലാം, ആർക്കു വേണ്ടിയും അതിങ്ങനെ ഭൂമിയുടെ രണ്ടറ്റങ്ങളിലേക്ക് ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലേക്കും മാലോകരെ തന്നോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് വേണ്ടി ക്രൂശിൻ്റെ വിരിമാറിൽ വിരിക്കപ്പെട്ട കൈകൾ. അതെ, അതാണ് ആ ശാശ്വത ഭുജമെന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ നാളുകളെ ഞാനൊന്ന് സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ, രോഗം വന്നപ്പോൾ എന്നെ സുഖപ്പെടുത്തിയത് ആ കൈകളാ. പ്രിയപ്പെട്ടവരെ, ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കണ്ണുനീര് തുടച്ചത് ആ കൈകളാ. ഞാൻ ബലഹീനനായപ്പോൾ എന്നെ ബലപ്പെടുത്തിയത് ക്രൂശിലെ കൈകളാ. പാപം ചെയ്ത മനുഷ്യൻ്റെ കാല് കഴുകിയെന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഉടല് മുഴുവൻ കഴുകിയത് ആ കൈകളാ. ജീസസ്, ഏറ്റവും ഹീനമെന്ന് കരുതുന്ന നമ്മുടെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമാക്കി രൂപപ്പെടുത്തിയത് ആ കൈകളാ. നമ്മുടെ ഈ ടൈറ്റിൽ സോങ്ങിൽ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ കൈകളിലുണ്ടെന്ന്. ആമേൻ. ഞാൻ തേടി നടന്നതെല്ലാം ഇന്നു മുതൽ ആ കൈകളിൽ നിന്നും എനിക്ക് സ്വന്തമായി ലഭിക്കുകയാണെന്ന്. ഇന്ന് രാവിലെ അത് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ എന്നെ പിന്തുണയ്ക്കുന്ന യേശുവിൻ്റെ കൈകളുണ്ടെന്ന് ധൈര്യത്തോടൊന്ന് പറ. എൻ്റെ ജീവിതത്തിൻ്റെ പിൻപിൽ എന്നെ പിന്തുണയ്ക്കുന്ന യേശുവിൻ്റെ കൈകളുണ്ട്. പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ കൈകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി കണ്ട് അറിയാൻ പോകുകയാണ്. നിങ്ങൾക്ക് പുറമേ നോക്കിയിട്ട് ഉത്തരം കിട്ടാത്ത 100 സമസ്യകളുടെ നടുവിൽ യേശുവിൻ്റെ കൈകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒപ്പം ചലിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുന്ന ചില അത്ഭുതങ്ങളെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഈ ക്രൂശിലെ യേശുവിൻ്റെ കൈകളാണെന്ന് ആ കാരിരുമ്പാണികൾ നമ്മളോട് പറയുന്നു. നിങ്ങൾ അവന് വേദനയാണ്. നിങ്ങൾ നിമിത്തം അവൻ്റെ കൈകൾക്ക് ദ്വാരങ്ങൾ വീണിട്ടുണ്ട്. നിങ്ങൾ നിമിത്തം അവൻ്റെ കൈകൾ തകർക്കപ്പെടുന്നുണ്ട്. എന്നാലും അവൻ്റെ കൈകൾക്ക് നിങ്ങളൊരു ബാധ്യതയല്ല എന്നാണ് അവൻ പറയുന്നത്. ജീസസ് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് അവിശ്വസിക്കുന്ന തൻ്റെ ശിഷ്യൻ്റെ നേർക്ക് കൈ നീട്ടിയിട്ട് പറയുന്നു, ഇതാ എൻ്റെ കൈകൾ. നമുക്കറിയാം, നമുക്കൊരു മുറിവ് കയ്യിലോ കാലിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
ആ മുറിവിൽ എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടാൽ, നമ്മുടെ തന്നെ ശരീരം കൊണ്ടാൽ നമുക്ക് കടുത്ത വേദനയാണ്. തോമസ് എന്ന ശിഷ്യൻ അവിശ്വസിച്ച് നിൽക്കുമ്പോൾ തോമസിന് നേരെ കൈ നീട്ടിയിട്ട് പറയും, തോമസേ, ഇതാ എൻ്റെ കൈകൾ. യേശുവിൻ്റെ ആണിപ്പഴുതിലേക്ക് തൻ്റെ വിരലുകൾ ഇട്ടു നോക്കി അദ്ദേഹം തൻ്റെ വിശ്വാസം ഉറപ്പിക്കുകയാണ്. തോമസിൻ്റെ വിരലുകൾ യേശുവിൻ്റെ ആണിപ്പഴുതേറ്റ കൈത്തലത്തിലേക്ക് ഇറങ്ങുമ്പോൾ യേശുവിന് അനുഭവിക്കാൻ പറ്റുന്നത് എന്താണ്? അത് വേദന തന്നെയാണ്. ഉണങ്ങാത്ത മുറിവുമായി വന്നു നിൽക്കുന്ന കർത്താവിൻ്റെ ആ ഒരു തിരുമുറിവിലേക്ക് എന്ന പോലെ തോമസ് തൻ്റെ വിരലുകൾ കയറ്റുമ്പോൾ അവിടെ യേശുവിൻ്റെ കൈകൾക്ക് പിന്നെയും വേദനയാണ്. വേദനിച്ചിട്ട് കൈ പിന്നോട്ട് വലിക്കുന്നില്ല. ആ കൈകൾ അതുപോലെ തന്നെ അനുവദിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നോ? അവിശ്വാസത്താൽ നിൽക്കുന്നവൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ തീജ്വാലകളെ കത്തിക്കുന്നത്, അവൻ തൻ്റെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് തൻ്റെ ദൈവവും നാഥനുമായി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാമായി ഈ കർത്താവിനെ തിരിച്ചറിഞ്ഞ് വിശ്വസിക്കുമാറ് വിശ്വാസത്തിന് വഴിമാറുന്ന നിലയിൽ തോമസിൻ്റെ ഹൃദയം സംശയിക്കുന്നവൻ എന്നതിൽ നിന്നും വിശ്വസിക്കുന്നവനിലേക്ക് രൂപാന്തരപ്പെടുന്നതിൽ യേശുവിൻ്റെ കൈകൾ അനുവദിച്ച് നൽകപ്പെടുകയാണ് തോമസിന്. യേശു വേദനിക്കുന്നുണ്ടെങ്കിലും തോമസിൻ്റെ അകത്തെ ഹൃദയം വിശ്വാസം കൊണ്ട് നിറയുകയാണ്. വേദനിക്കുമ്പോഴും പിൻവലിക്കാത്ത കരം യേശുവിൻ്റെതാണ്. വേദനിക്കുമെന്ന് അറിഞ്ഞിട്ടും നീട്ടിത്തരുന്ന കൈ യേശുവിൻ്റെ കൈകളാണ്. ചെറിയ വേദനയല്ല. ഏത് മഹാവേദനയും ഉണ്ടാകുമെന്നറിഞ്ഞാലും നമ്മളുടെ ജീവിതത്തിൻ്റെ വിശ്വാസം പൊയ് പോകാതിരിക്കാൻ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ചുവടുകളിൽ നാം ജയാളികളായി തീരാൻ നമുക്ക് വേണ്ടി നീട്ടിത്തരുന്ന കൈകളാണ് യേശുവിൻ്റെ കൈകൾ. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞിനെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന അമ്മ പൈതലിനെ ഇങ്ങനെ കയ്യിലിങ്ങനെ എടുത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ അവനെ ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ആടി അവനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ട് എന്നോട് കാര്യങ്ങൾ പറയുമ്പോൾ അമ്മയുടെ കൈകൾക്ക് വേദന എടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ താഴെ വെക്കാതെ അവനെ കൊണ്ടു നടക്കുകയാണ്. നമ്മൾ എത്ര വളർന്നാലും നമ്മുടെ കർത്താവിന് നമ്മളെ വഹിക്കുന്ന കാര്യത്തിൽ മടിയൊന്നുമില്ല കേട്ടോ. എത്ര കാലഘട്ടങ്ങൾ പിന്നിട്ടാലും നമ്മുടെ കർത്താവിന് നമ്മളോടുള്ളതായ പ്രിയത്തിന് കുറവ് വരത്തില്ല. കൈകളിൽ വഹിക്കുന്ന നിലയിൽ നിന്നും കർത്താവ് നമ്മളെ താഴെ വെക്കത്തില്ല. കുഞ്ഞാടുകളെ തോളിലെടുത്ത് മാറിടത്തിൽ വഹിക്കുന്ന കൈകൾ നിങ്ങളെ ഇന്ന് രാവിലെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് പരിഭ്രമിക്കേണ്ട, കൈകളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. പണ്ട് കാലത്തുള്ളൊരു കഥ ഇപ്പോഴും ഓർക്കുന്നു. ഒരു കപ്പൽ മറിയാൻ തുടങ്ങുകയാണ്. ലോകത്തുള്ള സകലമാന മനുഷ്യരും ആ സമയത്ത് ഈ വാർത്തയറിഞ്ഞ് പരിഭ്രാന്തിയിലായിരിക്കുന്നു. ആ ഷിപ്പിലുള്ളവർ നിലവിളിച്ചുകൊണ്ട് പരിഭ്രമിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അതിൻ്റെ കപ്പിത്താൻ വരെ ആകുലതയിലാണ്. പക്ഷെ ആ കപ്പലിൽ ഒരാൾ മാത്രം ധൈര്യശാലിയായിരുന്നു. അയാൾക്കൊരു കുഴപ്പവുമില്ല. അയാൾ സുഖമായി ഉറങ്ങുകയാണ്. അത് ഒരമ്മയുടെ കൈകളിലിരുന്ന കുഞ്ഞായിരുന്നു. എന്താ കുഞ്ഞെ, നിനക്ക് ഈ പ്രശ്നമില്ലാത്തത്? കപ്പൽ തകർന്നാലും അമ്മയുടെ കൈകൾ എന്നെ കൈവിടത്തില്ലെന്നതിനറിയാം. ജീസസ്. നമ്മുടെ ജീവിതത്തിൽ 100,000 പ്രശ്നങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴും 1000 ചോദ്യങ്ങളെ നാം നേരിടുമ്പോഴും പരിഭ്രമിക്കാതെ നിൽക്കാൻ നമുക്ക് കരുത്ത് നൽകുന്നത് നാം യേശുവിൻ്റെ കൈകളിലായിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ്. ശാശ്വത ഭുജങ്ങൾ നമ്മളെ വഹിച്ചിരിക്കുന്നു. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ എന്ന് നാം പാടാറില്ലേ? താങ്ങുന്ന കൈകൾ അതെൻ്റെ കർത്താവിൻ്റെതാണ്. സ്തോത്രം, സ്തോത്രം. പുരാതനായ ദൈവത്തിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഈ കൈകളെക്കുറിച്ച് പറയുന്നത് എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശാശ്വത ഭുജമെന്നാണ്. ശാശ്വതമെന്ന് പറയുന്ന വാക്കിന് വിപരീത പദമെന്ന് പറയുന്നത് താൽക്കാലികമെന്നതാണ്. ഇത് താൽക്കാലികമായൊരു കരമല്ല. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെയും താൽക്കാലിക സഹായത്തിൻ്റെ വക്താക്കളാണ്. ഒരു മാത്രം ആവശ്യം വരുമ്പോൾ ഓടിച്ചെന്നാൽ അവരൊന്ന് സഹായിക്കും. രണ്ടാമത് ഒന്നുകൂടെ ചെന്നാൽ അവർ സഹായിക്കും. മൂന്നാമത് ഒന്നുകൂടെ ചെന്നാൽ ബന്ധം സുദൃഢമാണെങ്കിൽ അവർ കൈത്താങ്ങും. എന്നാൽ അടുത്ത തവണ മുതൽ അവർ പറയും, ഇച്ചിരി പ്രയാസമുണ്ടായി, കൈവലിക്കും. കാരണം തങ്ങളുടെ തന്നെ നിലനിൽപ്പിനെ അവതാളത്തിലാക്കിക്കൊണ്ടാണ് അവർ ഈ സഹായങ്ങൾ ചെയ്യുന്നതെന്ന് അവർക്കറിയാം. എന്നാൽ എത്ര തവണ കൈ നീട്ടിയാലും കൈകളെ നിറയ്ക്കുന്നത് യേശുവിൻ്റെ കൈകളുടെ മാത്രം പ്രത്യേകതയാണ്. ഒന്ന് ശ്രദ്ധയോടെ കേട്ടോ.
ഈ കൈകളുടെ പ്രത്യേകതയെക്കുറിച്ച് തിരുവെഴുത്ത് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു. യേശുവിൻ്റെ കൈകൾ ശാശ്വതമായ കരങ്ങളാണ്, നീങ്ങിപ്പോകുന്ന കൈകളല്ല, എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്ന കൈകൾ. ജീസസ്, ഈ കൈകൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് ശാശ്വത ഭുജമാണ്. ജീസസ് എന്നും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കുക എന്നത് ആ കൈകളുടെ സ്വഭാവമാണ്. യേശുവിൻ്റെ കൈകൾക്കൊരു സ്വഭാവമുണ്ട്, എന്നും നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. അടുത്ത വാക്ക്, എൻ്റെ നീതിയുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. തൻ്റെ നീതിയുള്ള കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനീതി കാണിക്കത്തില്ല. ഏത് ഭയപ്പെടുന്ന സാഹചര്യത്തിലും, തല പോകുന്ന സിറ്റുവേഷൻ്റെ നടുവിലും ആ കൈകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ചേർന്ന് നിൽക്കുന്നത് നീതിയോടെയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എന്നോട് ഒരിക്കലും അവിശ്വസ്തത കാണിക്കത്തില്ലെന്നൊന്ന് പറഞ്ഞേ. യേശുവിൻ്റെ കൈകൾ ഒരിക്കലും എന്നെ കൈവിടത്തില്ലെന്നൊന്ന് പറഞ്ഞേ. യേശു പറഞ്ഞ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കൈവിടുകയില്ലെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ആ ബന്ധത്തിൻ്റെ തീവ്രതയെ ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. കൈവിടത്തില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ പിടിച്ചിരിക്കുന്ന ഈ പിടി ഞാൻ വിടത്തില്ല. കുഞ്ഞിടയ്ക്ക് എൻ്റെ കയ്യെ പിടിച്ച് നടക്കും. എൻ്റെ വീടിനങ്ങോട്ട് കയറി വരുന്ന റോഡ് അല്പം മോശമാണ്. ആ വഴിയിലൂടെ നടക്കുന്ന സമയത്ത് കുഞ്ഞിടയ്ക്ക് ഇങ്ങനെ കാല് തട്ടി വീഴാൻ തുടങ്ങും, അതിൻ്റെ ബാലൻസ് തെറ്റിപ്പോകും. അപ്പോഴും സുസ്ഥിരമായിട്ട് നിൽക്കും. എന്താ കാരണമെന്നോ? അവരുടെ കൈകൾ പിടിച്ചിരിക്കുന്നത് അവരുടെ ബലമുള്ള അപ്പൻ്റെ കയ്യിലാണെന്നേ. ആ കൈകൾ അവരുടെ മേൽ ഉള്ളിടത്തോളം സമയം അവരെന്തിനെയാണ് പരിഭ്രമത്തോടെ നോക്കേണ്ടത്? ഇതുവഴിയും അവർക്ക് ധൈര്യത്തോടെ പോകാം. കാരണം അവരുടെ ഒപ്പം അവരുടെ പിതാവിൻ്റെ കൈയുണ്ട്. ഞാൻ എൻ്റെ മക്കളെ പിടിച്ചിരിക്കുന്നിടത്തോളം സമയം അവർ വീഴത്തില്ലെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. 2, അവർ നടക്കുന്നത് ഈ വഴിയിലൂടെയാണല്ലോ എന്നുള്ള സങ്കടവും എനിക്കില്ല. കാരണം ഞാനും അവരുടെ ഒപ്പം നടക്കുകയാണ്. ദൈവത്തിന് ഇത് കണ്ടിട്ടൊരു സങ്കടം തോന്നില്ലേ? എൻ്റെ പൊന്നെ, എന്തിന് സങ്കടം? നീ പോകുന്ന ഈ വഴിത്താരയിൽ നിന്നെ അവൻ കൈ പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ നിന്ന് കരം പിടിക്കുന്ന യേശു ഇന്ന് നിൻ്റെ കൂടെയുണ്ട്. കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. കൂടെയുണ്ട് യേശു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പം അവിടെ ഒരു കുസൃതി കുടുക്കയുണ്ട്. അവൻ്റെ കുസൃതി എന്ന് പറഞ്ഞാൽ അവൻ ആ വീട് മറിച്ചു വെക്കും. അപ്പം ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഞങ്ങളൊരു ചായ കുടിച്ചുകൊണ്ട് ഞാനും എൻ്റെ സ്നേഹിതനും തമ്മിൽ സംസാരിക്കുമ്പം വിളിക്കുക, അപ്പ ഇങ്ങോട്ട് വാപ്പേ, ഇങ്ങോട്ട് വാപ്പേ, ഇങ്ങോട്ട് വാപ്പേ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് മാറിയിക്കുക, അല്ലേ അവൻ ഇന്ന് ഇവിടെ എടുത്ത് മാറിക്കും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവൻ്റെ ഒരു കളി അവൻ അവിടെ നടത്തുക. അവൻ്റെ കളി എന്നാന്നോ, അവൻ ആ ഒരു കസരയിട്ടിട്ട് ആ വീടിൻ്റെ മുമ്പിൽ സിറ്റ് ഔട്ടിൽ ആ അരപ്രൈസെ കയറി നിൽക്കും. അവിടെ കയറി നിന്നിട്ട് അപ്പനോട് പറയും, ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക അപ്പേ. അപ്പൻ തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവൻ എടുത്തൊരു ചാട്ടവാ അപ്പൻ്റെ കയ്യിലോട്ട്. ജീസസ്. അപ്പം ഞാൻ എടാ നീ താഴെ വീഴത്തില്ല എടാ ഇറക്ക. ഉടനെ അവൻ എന്നോട് പറഞ്ഞു, ഇല്ല അപ്പം പിടിച്ചോളൂ. പ്രൈസ് ദ ലോർഡ്. ആ കുസൃതി കുരുന്നിൻ്റെ ഉള്ളിലെ ധൈര്യം, ചാടിയാലും വീഴത്തില്ല, അപ്പൻ്റെ കൈകൾക്ക് ബലമുണ്ടെന്ന്. നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിന്റെ കാച്ചോട്ടിലെ മണ്ണ് ഒഴുകിപ്പോയാലും, നിന്റെ ഒപ്പം നിൽക്കുന്നവർ പൊടുന്നനവെ നിന്നെയോട് ചതിവ് കാണിച്ച് ഒഴിഞ്ഞു മാറിപ്പോയാലും, മുമ്പിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ ചിന്തിച്ചാലും, പൊടുന്നനവെ ജീവിതത്തിൽ ഞാൻ താഴേക്ക് വീഴുകയാണ് എന്നുള്ള നിലയിൽ ഒരഗാധ ഗർത്തത്തിലേക്ക് എന്ന പോലെ ജീവിതത്തിൻ്റെ ഉയരങ്ങളിൽ നീ താഴേക്ക് പതിച്ചാലും പേടിക്കരുത്. നീ നിലംപരിചാകാൻ ദൈവം സമ്മതിക്കത്തില്ല. അവിടെ നിന്നെ താങ്ങുന്ന, നിന്നെ ഏറ്റെടുക്കുന്ന കൈകളുണ്ട്. അദൃശ്യമണ്ഡലത്തിലൂടെ എടുത്തു ചാടപ്പെടുന്നവനെ കൈകളിൽ പിടിക്കുന്ന ആ ഒരു കൈബലത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പോകുകയാണ്. താങ്ങുന്ന കൈകൾ കൂടെയുണ്ട് കുഞ്ഞേ. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. കൈ അത് ശക്തിയെ പ്രതിനിധീകരിക്കുന്നതാണ്. ഒന്ന് പറയാമോ? എൻ്റെ ശക്തി എൻ്റെ യേശുവാണ്. ഈ ദിവസങ്ങളിൽ അവിടുത്തെ കൈകളുടെ ബലമാണ് എൻ്റെ ബലമായിരിക്കുന്നത്, എൻ്റെ ബലമായിരിക്കുന്നത്. ഞാൻ കുറച്ച് നാൾ മുമ്പ് പറഞ്ഞില്ലേ, വീട്ടിലെ ഒരു കതകിൻ്റെ ഒരു ലോക്ക് തുറക്കാനായിട്ട് ഒരു കുറ്റിയെടുക്കാൻ കൊച്ചിങ്ങനെ കിടന്ന് പ്രയാസപ്പെടുക. ആ സമയത്ത് ഞാൻ ചെന്നു, എൻ്റെ കുഞ്ഞിൻ്റെ കൈയുടെ മീതെ പിടിച്ചു, ഞാൻ എൻ്റെ ബലം കൊണ്ടത് തുറന്നു കൊടുത്തു. ആ സമയം കൊച്ചു വലിയ സന്തോഷത്തോടെ കതക് തവള് തുറന്നെന്നുള്ളതായ ബലത്തിൽ, സന്തോഷത്തിൽ ഓടിപ്പോയി. നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വൈഷമ്യവും പ്രയാസവും ഏറിയ പലതിനെയും പരിഹരിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ
നമ്മുടെ കൈക്ക് മീതെ നമ്മുടെ അപ്പൻ്റെ കൈ വരും. കാരണം അത് ശാശ്വത ഭുജമാണ്. എനി ടൈം അത് നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ള കാര്യം. യഹോവയുടെ കൈ എപ്പോഴും എന്നോട് കൂടെയുണ്ടെന്ന് ഞാൻ കൂടെ പറയാറുണ്ട്. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എസെക്കിയേൽ പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ഏലിയാവ് പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നെന്ന്. എന്നാൽ വല്ലപ്പോഴും വന്നു മാറിപ്പോകുന്നൊരു പ്രതിഭാസം എന്ന നിലയിലല്ല ഈ ജനറേഷന് പറയാൻ കഴിയണം, യേശുവിൻ്റെ കൈ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. പലപ്പോഴും പല സമയത്തും ശുശ്രൂഷയ്ക്ക് ഫോൺ എടുക്കുമ്പോൾ, ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവിചാരിതമായിട്ട് പലരും ഓടി വരുന്നത്, സംസാരിക്കുന്നത്, പാസ്റ്റർ ഇന്ന പോലെ വിഷയമാണ്. ആ ടൈമിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയത്തിന്മേൽ വിടുതൽ നടക്കുന്നതിനൊരു കാരണം അത് സമയം നല്ല സമയമാണോ അസമയമാണോ, എൻ്റെ ഒരുക്കമുണ്ടോ, ഈ വക കാര്യങ്ങളൊന്നും അവിടെ ശ്രദ്ധിക്കാൻ നേരമില്ല. അത്രത്തോളം വലിയൊരു നിലയിൽ ഒരു അത്യാഹിത വിഭാഗത്തിൽ, ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ നിൽക്കുന്നവനെ പോലെയാണ് ദൈവരാജ്യത്തിൽ കർത്താവിനെ നിർത്തിയിരിക്കുന്നത്. ആ ഒരു സമയത്ത് കൺമുമ്പിലെത്തുന്ന വിഷയങ്ങളുമായി ബാധിക്കപ്പെട്ടിരിക്കുന്നവരുടെ കാര്യത്തിന്മേൽ തിരുനാമം നിമിത്തം അത്ഭുതങ്ങൾക്കായി പ്രയോജനപ്പെടുക എന്നത് ദൈവം എൻ്റെ മേലിട്ട് വിളിയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ബോധ്യമുണ്ട്, എൻ്റെ കൂടെ എപ്പോഴും യേശുവിൻ്റെ കൈയുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് എനി ടൈം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ്റെ കൈയാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. നോക്കൂ, യേശുവിൻ്റെ കൈ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ശക്തി നമ്മുടെ കർത്താവാണ്. അവിടുത്തെ കൈ നമ്മുടെ ബലമാണ്. ഒരു ആമേൻ പറയണം. അവിടുത്തെ കൈ നമ്മുടെ ബലമാണ്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഈ ദിനങ്ങളിലായിരിക്കുന്നത്. യേശുവിൻ്റെ കൈകൾ എൻ്റെ ബലമാണ്. 2 കൈകൾ സഹായത്തെയാണ് കാണിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നാം മുമ്പേ യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ വചനം കേട്ടില്ലേ, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ സഹായിക്കുമെന്ന്, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന്. ഇന്ന് മുമ്പിൽ വാതിലുകളില്ലെങ്കിലും പേടിക്കല്ലേ. നിങ്ങളുടെ സഹായം രാജകീയ കൊടികൾ കെട്ടിയ രഥങ്ങളായി നിർജ്ജന പ്രദേശത്ത് വെയിറ്റ് ചെയ്യുന്ന കാഴ്ചകൾ ഫിലിപ്പോസിൻ്റെ മുമ്പിൽ കാണിച്ചതുപോലെ നിങ്ങളുടെ മുമ്പിലും കാണിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. വളരെ രഹസ്യമായി പോയി ഏത് ഗരീയത്തിൻ്റെ കോണിൽ ഒളിച്ചിരുന്നാലും കാക്കകളിലൂടെ നിങ്ങൾ പോഷിപ്പിക്കപ്പെടും. സഹായം അടയത്തില്ല. സഹായിക്കപ്പെട്ടിരിക്കും, സഹായം ലഭിച്ചിരിക്കും. ധൈര്യത്തോടൊന്ന് പറ ഇന്ന് രാവിലെ, എൻ്റെ സഹായം വരുന്നുണ്ട്. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ കൈകളിൽ നിന്നും എൻ്റെ സഹായം, മാരകമായ വൻ സഹായങ്ങൾ, ചെറുതല്ലാത്ത ഉന്നത സഹായങ്ങൾ എൻ്റെ ജീവിതത്തിനു വേണ്ടി അയക്കപ്പെടുന്നുണ്ട്. 3 ആ കൈകൾ അധികാരത്തെ കാണിക്കുന്നതാണ്. കൈകൾ അധികാരത്തിൻ്റെ ചിഹ്നമാണ്. 4 അത് പ്രഥമ സ്ഥാനത്തെ നിർണ്ണയിക്കുന്നു. അതവൻ്റെ വലം കയ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ ബന്ധം, പ്രഥമ സ്ഥാനം ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ വലത് ഭാഗത്ത് വെച്ചിരിക്കുന്നു. അർത്ഥം ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നു. അടുത്തത് പ്രവൃത്തിയെ കാണിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കൈകൾ കൊണ്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭൗതിക ശരീരത്തിൽ ബാഹ്യ അവയവങ്ങളിൽ കൈകൾ വലിയ തോതിലുള്ളതായ സ്ഥാനം നിർവഹിക്കുന്നുണ്ട്. കണ്ണും കൈകളും ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആ കൈകൾ പ്രവർത്തിക്കുന്നതിൻ്റെ മികവ്, അത് പ്രവർത്തനത്തെ കാണിക്കുന്നതാണ്. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ കൈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഒരു കൈ ഇങ്ങനെ ഉണ്ട്, ആ കൈയുടെ മീതെ ഞാനിങ്ങനെ നിൽക്കുന്നു എന്നുള്ള മീനിങ് മാത്രമല്ല അതിനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽ എപ്പോഴും ദൈവത്തിൻ്റെ കൈയുടെ പ്രവർത്തനങ്ങളുണ്ടെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൈയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ലൈവാണ്. ദൈവത്തിൻ്റെ കൈകൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഏത് മേഖലയിലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങളതിൽ ഭാരപ്പെടരുത്, നിങ്ങൾ പരിഭ്രമിക്കരുത്. നിങ്ങളുടെ മുൻപിൽ വഴികളോ വാതിലുകളോ ഇല്ലെന്നോർത്ത് നിങ്ങൾ ആശങ്കപ്പെടരുത്. ദൈവത്തിൻ്റെ കൈകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ കെട്ടും, പിശാച് ചിലപ്പോൾ ബന്ധിക്കും, ആ കൈകൾ അത് അഴിക്കാൻ മതിയായതാണ്. തടവറകളെ പൂട്ടും, ആ കൈകൾ ആ തടവറകളെ തുറക്കും. മോശെ എന്ന് പറയുന്ന മനുഷ്യൻ ചെങ്കടലിന് നേരെ കൈ നീട്ടിയപ്പോൾ ആ വടി നീട്ടുന്ന മാത്രയിൽ ആ കടലിൽ പിളർന്നു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കുഞ്ഞിൻ്റെ കൈക്ക് മീതെ എൻ്റെ കൈ വെച്ച് ആ കുറ്റിയും കൊളുത്തും എടുത്ത കാര്യം. അതിനെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അടിമ വീടായ മിസ്രൈമിൽ നമ്മെ പുറപ്പെടുവിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതെ, കൈ നീട്ടിയപ്പോൾ ഞങ്ങളുടെ കൂടെ നീട്ടപ്പെട്ടത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ആയിരുന്നു. നമുക്ക് പരിഹരിക്കാൻ വയ്യാത്ത വിഷയത്തിലേക്ക് കൈ നീട്ടുക എന്ന കർത്താവ് പറയുന്നത്. നീട്ടുക, പക്ഷേ നീ നീട്ടുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് എൻ്റെ കൈകളായിരിക്കും. നീ പറയുക, അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എൻ്റെ കൈകളായിരിക്കും. നീ ധൈര്യത്തോടെ നിൽക്കുക, നിന്നെ പിന്തുണയ്ക്കുന്നത് എൻ്റെ കൈകളായിരിക്കും. അത്രമേൽ ശക്തിയോടുകൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. നിന്റെ ജീവിതത്തിൽ എൻ്റെ കൈകൾ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തതായി ദൈവത്തിൻ്റെ കൈകൾ വെളിപ്പെട്ട് വരുമ്പോൾ അത് പുതിയ ആരംഭങ്ങളുടെ അടയാളങ്ങളാണ്, ഉടമ്പടിയുടെ അടയാളമാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ കാണാറില്ലേ, ക്രിസ്തീയ വിഭാഗങ്ങളിൽ മിക്കവാറും കല്യാണങ്ങളിൽ
കൈകൾ പിടിച്ചു കൊടുക്കാറുണ്ട്. കരങ്ങൾ തമ്മിൽ കോർക്കുക, രണ്ട് വ്യക്തികളുടെ കൈകൾ തമ്മിൽ കോർക്കുന്ന പുതിയൊരു ബന്ധത്തിൻ്റെ തുടക്കമാണ്, പുതിയൊരു കുടുംബത്തിൻ്റെ തുടക്കമാണ്. ഞാൻ ഇന്ന് രാവിലെ ഈ ദൈവാലോചന പറയുമ്പോൾ ഈ ഒരു അടയാളം കണ്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ. കാരണം നിങ്ങളുടെ കുടുംബത്തിലെ ഒരു തലമുറയുടെ വിവാഹത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തിയുടെ സമയമാണിത്. സമയമാണ്. ഈ വരാൻ പോകുന്ന ഏപ്രിലിന് മുൻപ് നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ കുടുംബജീവിതം എന്ന അനുഗ്രഹം വെളിപ്പെട്ട് വരുന്ന കാഴ്ച നിങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. നാളുകൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കൈകളിൽ ഇതുവരെയും കൈ ചേർത്ത് പിടിക്കേണ്ട ആൾ വന്നിട്ടില്ലെങ്കിൽ ആ സമയം ആസന്നമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിവാഹത്തിൻ്റെ സമയം അടുത്ത് വരികയാണ്. ജീസസ് അടുത്തത് അത് ആശ്വാസത്തെ കാണിക്കുന്നു. ദൈവത്തിൻ്റെ കൈകൾ നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ചൊരു അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന കാര്യം. ഇത് കണക്കെ ദൈവത്തിൻ്റെ കൈകൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എനിക്ക് വല്ലാത്ത ആകുലതയും ചിന്തയുമാണ്. ഞാൻ വലിയ വലിയ കാര്യങ്ങളെ ചിന്തിക്കുക. എൻ്റെ ദൈവമേ, അതെങ്ങനെ, ഇതെങ്ങനെ, ആ കാര്യം എങ്ങനെ, ഞാൻ എന്ത് മറുപടി പറയും, ഞാനത് എങ്ങനെ കൊടുക്കും, നാളെ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ചോദിക്കുന്ന 100 കൂട്ടം ചോദ്യങ്ങളുടെ മുമ്പിൽ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എൻ്റെ പ്രാണനെ നിൻ്റെ ആശ്വാസങ്ങൾ തണുപ്പിക്കുന്നു. അതെ, ദൈവത്തിൻ്റെ കൈകൾ ആശ്വാസമാണ്. ഈ കരത്തെക്കുറിച്ച് പറയുന്നത് ഇത് ശ്വാശ്വത ഭുജമാണ്, നീങ്ങിപ്പോകുന്നതല്ല. അടുത്തത് കീഴെ ശ്വാശ്വത ഭുജങ്ങളുണ്ട്. പലപ്പോഴും ദൈവത്തിൻ്റെ കൈ നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞാണിരിക്കുന്നത്. എന്നാൽ ആ മറഞ്ഞിരിക്കുന്ന കൈകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ളത് ചില പ്രവൃത്തികളിലൂടെയാണ് വെളിപ്പെട്ട് വരുന്നത്. ചില അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന ചില അതിശയകരമായ കരുതലുകളിലൂടെയാണ് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പറയും, അയ്യോ കർത്താവേ, നീ എന്നെ കൈവിട്ടില്ലല്ലോ. ജീസസ്, അയ്യോ, ഇവരെല്ലാം എതിരായിരുന്നു, പക്ഷെ എന്നാലും കർത്താവ് എന്നെ കൈവിട്ടില്ല. ഈ കൈകൾ ചില നേരത്ത് മറഞ്ഞിരിക്കും, പക്ഷേ തക്ക സമയത്ത് അത് വെളിപ്പെട്ട് വരും. ഒന്ന് പറഞ്ഞേ, എൻ്റെ കർത്താവിൻ്റെ കൈകൾ പലപ്പോഴും മറഞ്ഞിരിക്കും, എന്നാൽ തക്ക സമയത്ത് അത് വെളിപ്പെട്ട് വരും. 2, നിൻ്റെ പിൻബലം നിൻ്റെ കർത്താവാണ്, നിൻ്റെ കർത്താവിൻ്റെ കരങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നിൻ്റെ ബലം, നിൻ്റെ ധൈര്യം, നിൻ്റെ ശക്തി എൻ്റെ കരങ്ങൾ തന്നെയാണ് എന്ന് യേശു പറയുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏർപ്പെടാൻ പോകുന്ന വലിയ വലിയ ഡീലുകളിൽ, പദ്ധതികളിൽ, നിങ്ങൾക്ക് ബലമായി ഈ ദിവസങ്ങളിൽ കൂടെ നിൽക്കുന്നത് കർത്താവിൻ്റെ കരമാണ്. പിൻബലമായിട്ട് യേശുവുണ്ട്. ഈ വലിയ വലിയ ബാധ്യതകളൊക്കെ വന്നിട്ട് ഈ ആൾക്കാരെ ഫേസ് ചെയ്യാൻ മടിച്ച് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വിളിക്കും. അന്നേരം ഈ ഒരു വചനത്തിൻ്റെ റൂട്ട് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവരെ പറഞ്ഞയച്ചിട്ട് പറയും, പോയി സംസാരിച്ചോളാൻ പറയും. ഇവരവിടെ ചെല്ലുമ്പോൾ ഈ കടിച്ചു തീറാൻ നിൽക്കുന്ന അധികാരികളൊക്കെ പഞ്ചപുച്ഛമടക്കി ഈ മനുഷ്യരെ കേൾക്കും. ഇവർക്ക് അവധി കൊടുക്കുവോ, അല്ലെങ്കിൽ പലതും എഴുതി തള്ളും. ഇങ്ങനെ പല പല കലാപരിപാടികൾ അവിടെ നടക്കും. ഇതെങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവെ, ഇവർക്ക് അങ്ങയുടെ കരത്തിൻ്റെ പിൻബലം ഉറപ്പ് വരുത്തുന്നു എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് ഇവരെ പറഞ്ഞു വിടുന്നത്. ഈ പോക്ക് ഇവരുടെ ലൈഫിൽ ഒരു ചരിത്രമായിട്ട് തീരുന്ന കാഴ്ചയാണ് ഞാൻ ഇന്നുവരെയും കണ്ടിട്ടുള്ളത്. നിങ്ങളോട് ഞാൻ പറയാം, പിൻബലമായിട്ട് യേശുവിൻ്റെ കൈ കൂടെയുണ്ട്. നമ്മെ താങ്ങുന്ന കൈയായി യേശുവിൻ്റെ കൈകൾ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ അടിസ്ഥാനമായിരിക്കുന്നത് യേശുവിൻ്റെ കൈകളാണ്. താഴത്തില്ലെന്ന് പറഞ്ഞാൽ താഴത്തില്ല. അതിൻ്റെ കാരണം കൈ താങ്ങിയിരിക്കുന്നത് കർത്താവിൻ്റെ കൈകളാണ്, പിടിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കൈകളാണ്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ഈ കൈ ഒരുത്തനെ പിടിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ വീര്യപ്രവൃത്തി നടന്നിരിക്കും. കാരണം ദൈവത്തിൻ്റെ കൈയുടെ സ്വഭാവം വീര്യപ്രവൃത്തി. ഈ കൈ ഒരുത്തനെ പിടിച്ചാൽ അവൻ ഉയർന്നിരിക്കും. കാരണം ദൈവത്തിൻ്റെ കൈയുടെ സ്വഭാവം ഉയർന്നിരിക്കൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ കർത്താവിൻ്റെ കൈകളിലോട്ട് ചേർത്ത് ബന്ധിക്കാൻ തയ്യാറായിക്കോ. ഒരു വീര്യപ്രവൃത്തി ഇന്ന് ഉറപ്പാണ്. ഒരു ഉയർച്ച ഇന്ന് ജീവിതത്തിൽ ഉയർപ്പാണ്. ജീസസ്. ഇനിയും അവസാനമായിട്ട് ഒറ്റ വാക്കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ കരുതുന്നു. ആ വചനത്തിൻ്റെ 2ാമത്തെ വരി നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. കീഴെ ശ്വാശ്വത ഭുജങ്ങൾ ഉണ്ട്, നിന്നോടൊപ്പം ഉണ്ട് എന്ന് ഉറപ്പ് നൽകുക. ഇനി സംശയിച്ചേക്കരുത്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇനി സംശയിച്ചേക്കരുത്. ചില സാഹചര്യങ്ങളിൽ ദൈവമേ, നിൻ്റെ കൈ എൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായൊരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തും, ദൈവം എൻ്റെ കൂടെ ഇല്ല. അങ്ങനെ സംശയിച്ചുകൊണ്ട് നമ്മൾ പുറകോട്ട് മാറണമെന്നതാണ് സാത്താൻ്റെ ആഗ്രഹം. എന്നാൽ ആ ചോദ്യത്തിനൊന്നും ചോദിക്കാനൊന്നും നിൽക്കാതെ കർത്താവ് കൂടെ ഉള്ളവനെ പോലെ ഒന്ന് പെരുമാറി നോക്കിക്കേ.
കർത്താവ് കൂടെ ഉള്ളവനെ പോലെ നിങ്ങളൊന്ന് പെരുമാറി നോക്കിക്കേ. യേശു കൂടെ ഉള്ളവനെ പോലെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരോടൊന്ന് സംസാരിച്ചേ. ജീസസ്, നിങ്ങളുടെ ഒപ്പമുള്ള ആളോട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള നിലയിൽ നിങ്ങൾ 2 വാക്ക് പറഞ്ഞു നോക്കിക്കേ. 3ാമത്തെ വാക്ക് അവർ നിങ്ങളോട് പറയും. ഏത് തകർന്ന മനുഷ്യനോടും യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങളൊന്ന് വർത്താനം പറഞ്ഞു തുടങ്ങിക്കേ. എത്രയോ നുണ പറഞ്ഞു, എത്രയോ കഥ പറഞ്ഞു, എത്രയോ അപവാദങ്ങൾ പറഞ്ഞു. ഈ നാക്ക് കൊണ്ട് അതൊക്കെ നിർത്തിയിട്ട് യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിലൊന്ന് സംസാരിച്ചേ. ലെവല് മാറും, അവസ്ഥകൾ മാറും. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ട വാക്കാണിത്, യേശു കൂടെ ഉണ്ടെന്ന്. ദാ ഇവിടെ കൈവച്ചിട്ട് ഓരോ ദിവസവും സ്വയം പറഞ്ഞുറപ്പിക്കേണ്ട വാക്കാ, യേശു കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്. നമുക്ക് നമ്മളെ തന്നെ പിടിക്കണമെങ്കിൽ ആ പിടികിട്ടേണ്ട സ്ഥലം ഇതാ. മനുഷ്യൻ്റെ ശരീരത്തിൽ സ്പിരിച്വൽ ഫീൽഡുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ചില ബോഡി പാർട്സ് ഉണ്ട്, കുറേ ഡോറുകൾ. അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പറയാം. അവിടെ തൊട്ടുകൊണ്ട് നിങ്ങൾ പറയുന്ന സ്പിരിച്വൽ അഫർമേഷൻസ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ അകത്ത് തന്നെ, നിങ്ങളുടെ ആത്മാവിലേക്ക് തന്നെ ഡയറക്റ്റ് കയറി ചെല്ലും. നിങ്ങളുടെ മനസ്സിലെ കീഴ്മേൽ മറിക്കുന്ന ഏത് സംഘർഷത്തെയും കീഴടക്കിക്കൊണ്ട് നിങ്ങളുടെ ആത്മാവിൽ ധൈര്യത്തിൻ്റെ സിംഹാസനം വലിച്ചിട്ട് അതിൽ കാലും വെച്ചൊന്ന് ഇരിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്ന നിലയിൽ ചില വാതിലുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ഇന്ന് വളരെ ശക്തിയോടുകൂടെ കേട്ടുകൊള്ളുക. കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉണ്ട് എൻ്റെ കൂടെ എന്നുള്ള ഉറപ്പിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങാം. യേശു കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാം. യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങൾക്ക് ആ യാത്ര തുടങ്ങാം. യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങൾക്ക് ഇന്ന് പോയി ആ ഡീലിൽ സൈൻ ചെയ്യാം. യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ നിങ്ങൾക്ക് ഇന്ന് വാക്ക് കൊടുക്കാം. കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ട്. ജീസസ് ഇല്ല എന്നല്ല, ഉണ്ട്. ദൈവമില്ല എന്ന് ആര് പറയുന്നു? മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ജീസസ്. അപ്പോൾ ഉണ്ടെന്ന് ആര് പറയുന്നു? ദൈവമുണ്ടെന്ന് ആര് പറയുന്നു? യഹോവയുണ്ട് എന്ന് യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് നോക്കുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെ മനുഷ്യപുത്രന്മാരെയൊക്കെ ശോധന ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത് ആരെ പോലെയാണ് എന്ന് ഞാൻ പറയാം. ദൈവമുണ്ടെന്നുള്ള പരിപൂർണ ഉറപ്പ് കണ്ടെത്തിയ വിശുദ്ധന്മാരായ വിശ്വാസ വീരന്മാരെ പോലെ നിങ്ങൾ ഇന്ന് പെരുമാറണം. നിങ്ങളുടെ സാഹചര്യങ്ങൾ പേടിക്കട്ടെന്നേ. ഇന്നലെ വരെ നമ്മൾ തൊട്ടവനല്ല ഇന്നത്തെ ഈ കക്ഷി. ഇന്നലെ വരെ നമ്മൾ കയറി മേഞ്ഞുകൊണ്ടിരുന്ന ആ രോഗം പിടിച്ചവനല്ല ഇന്ന് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ വായിലൂടെ പുറത്തു വരുന്ന സൗഖ്യത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ നിന്റെ അകത്തിരിക്കുന്ന രോഗാത്മാവ് ഞെട്ടാൻ തുടങ്ങും. ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. തൊണ്ടയ്ക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ, ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിൽ, കടുത്ത തലവേദന ഉണ്ടെങ്കിൽ, ഒരു കണ്ണിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ നിലയിൽപ്പെട്ടവരെല്ലാം ഇന്ന് ഒരു വിടുതലിലേക്ക് നീങ്ങാൻ പോവുക. ഓരോരുത്തരുടെ പുറകെ പോകണ്ട. അവിടെ ഇരുന്നു കൊണ്ട് ധൈര്യത്തോടെ വാ തുറന്ന് പറയണം, യേശു കൂടെയുണ്ട്. ഞാൻ പറയുന്നു സൗഖ്യമാക്. നിന്റെ അകത്തിരുന്ന് വാഴുന്ന രോഗത്തിന്റെ അധികാരങ്ങൾ നടുങ്ങട്ടെ. നിന്റെ വീട് ഭരിച്ച് മുട്ടിക്കാൻ കയറിയിരിക്കുന്ന ഭൂതങ്ങൾ ഞെട്ടട്ടെ. ഇന്ന് രാവിലെ യേശു കൂടെയുള്ളവനായി നിന്നുകൊണ്ട് നിന്റെ സാഹചര്യങ്ങൾക്ക് മേലെ അധികാരമെടുത്ത് സംസാരിക്കുക. ദൈവപ്രവൃത്തി നടക്കുകയാണ്. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ഒരിക്കൽ യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാവായ അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട്. അവന്മാരെല്ലാം കൂടെ പറഞ്ഞു, എടാ ഇവന് 40-40 വയസ്സ് പോലും ആയിട്ടില്ല, പിന്നെ എങ്ങനെ അബ്രഹാമിന് മുമ്പേ ഉണ്ടെന്ന് പറയുന്നത്? ഡവേ, ഈ പറയുന്നത് ആരാന്നറിയാവോ? അബ്രഹാമിനെ വിളിച്ചവനാ ഈ നിൽക്കുന്നത്, പുരാതനായ ദൈവം. കീഴെ ശാശ്വത ഭുജങ്ങളായി ഇന്ന് വരെ നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങളെ താങ്ങിയവൻ ഇന്നവൻ നിന്റെ ജീവിതത്തിന് മുമ്പിൽ ഒരു മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുകയാ. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വെളിപ്പെടലുകളുടെ സമയമായത്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, അസാധാരണവും തീവ്രവുമായ നിലയിൽ നിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നു. വീര്യപ്രവൃത്തികൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നീ സമ്പന്നമാക്കുമെന്നുള്ള അരുളപ്പാട് ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. മഹത്തരമായ നിന്റെ പ്രവൃത്തികളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉന്നതത്തിൽ നിന്ന് മണ്ണിടത്തിലേക്ക് ഇറങ്ങി വന്ന സ്വർഗീയമായ സാന്നിധ്യമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിന്റെ കൈകൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഉന്നതമായ ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കളെ
ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ വീരന്മാരെ പോലെ നിൽക്കാൻ ഇവരെ പ്രാപ്തരാക്കുന്നൊരു ദൈവിക അരുളപ്പാട് ഇവർക്ക് കൊടുത്തിരിക്കുകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം ഇന്നലെ വരെ ഉണ്ടായിരുന്നത് പോലെയല്ല. യേശുവിൽ ഇത് പുതുമയോടെ ശക്തിയോടുകൂടെ ഇവരുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം രചിക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ കരുത്ത് പ്രാപിച്ചവരായി ഇവരെ പരിശുദ്ധാത്മാവ് ഉണർത്തിയെടുത്തിരിക്കാൻ സ്തോത്രം. ഇത് അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹവും നന്മയുടെ മേൽ നന്മയും വിടുതലിന്മേൽ വിടുതലും ഉന്നത ഐശ്വര്യങ്ങളുടെ വെളിപ്പെടലുകൾ ഉണ്ടാകുന്ന ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കോണും അനുഗ്രഹങ്ങൾ കൊണ്ട് തിങ്ങി നിറയുന്ന ഒരു വിശിഷ്ട പകലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ഈ ഒരു പ്രവചനദൂതൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ കംപ്ലീറ്റ് ആകുക. നാളെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ എത്തും. പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ IMA ഹാളിൽ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ്. ചിലരെന്നോട് ചോദിച്ചു സമയം എപ്പോഴാണ്. രാവിലെ 10 മണിക്കാണ്. 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ. നിങ്ങൾ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുനിന്ന് തെക്കേ അറ്റത്തുനിന്ന് എത്തുന്നവരാണെങ്കിലും നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടുന്ന് സത്യം പറഞ്ഞാൽ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു ഓട്ടോ പിടിച്ച് ആദ്യം വരുന്നവർ വരിക. ഒന്ന് വഴി പഠിക്കാമല്ലോ. മിനിമം ചാർജോ മറ്റുമേ ഉള്ളൂ. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ ആത്മീക ആരാധനയിൽ പങ്കുചേർന്ന് ഉച്ചയാകുമ്പോൾ സന്തോഷത്തോടെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാൻ സാധിക്കും. കർത്താവിൻ്റെ അനവധിയായ കൃപകളാൽ നിങ്ങൾക്ക് നിറയാൻ ആ ശുശ്രൂഷ നിങ്ങൾക്ക് മുഖാന്തരമാകും. ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ കംപ്ലീറ്റ് ആകുകയാണല്ലോ. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും മറക്കത്തില്ലെന്ന് എനിക്കറിയാം. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പെരുകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.